ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ബബിൾസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയിണ്ടായിരുന്നു. പൂരത്തിന് കരിങ്കാലി കെട്ടിക്കാണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ആയിട്ട് തന്നെ അമ്മ നടുമുറ്റത്ത് ചാണം മെഴുകണ പരിപാടിയാണ്. ഫസ്റ്റ് നമ്മൾ കരിങ്കാലി കെട്ടുമ്പോൾ ഫസ്റ്റ് മുറ്റത്ത് ചാണം മെഴുകും. പിന്നെ ഇതാ രാവിലെ പിറ്റേ ദിവസം രാവിലെ അവർ വന്നിട്ട് ഫസ്റ്റ് തന്നെ പൂജ ചെയ്യും. പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ കളം വെട്ടും. എന്നിട്ട് ഇലയിൽ വിളക്ക് വെച്ച് കിണ്ടി വെച്ച് പിന്നെ പത്മട്ട് അങ്ങനെയൊക്കെയാണ് പൂജ തുടങ്ങുക. അപ്പോൾ അവർ പറ നിറയ്ക്കൽ എന്ന് പറഞ്ഞൊരു ചടങ്ങും കൂടിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പറ വയ്ക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു കളം വെട്ടിയിട്ട് അവർ ഇല വെച്ച് അതിന് മീതെ നമ്മുടെ പറ വെച്ചിട്ട് പിന്നെ ഈ കരിങ്കാലി കെട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേശഭഗവതിക്ക് നമ്മൾ വീട്ടിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്കോ നമുക്കോ എന്തെങ്കിലും ഒരു വഴിപാടായിട്ട് വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന ഒരു വഴിപാടാണ് കരിങ്കാലി. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കരിങ്കാലി കെട്ടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭഗവതി ഇതിൽ കുറച്ച് ദിവസത്തെ നോലുമ്പ് 7 ദിവസത്തെ നോലുമ്പ് വേണമെന്ന് അവർ പറയും. പിന്നെ ഇതിന് പ്രത്യേക ഐതിഹ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താണ് വ്യക്തമായിട്ട് അറിയില്ല, എന്നാലും അറിഞ്ഞത് കുറച്ചൊരു ഞാൻ പറയുകയാണ്. പാർവതി ദേവിയുടെ ജടയിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണ് കരിങ്കാളി എന്നൊക്കെയാണ്. ഫസ്റ്റ് ഇവർ പൂജ ചെയ്യുമ്പോൾ അരി നെല്ല് തേങ്ങ വെട്ടി വെക്കുക, അങ്ങനെയൊക്കെ നമ്മുടെ മൺമറഞ്ഞ കാരണവന്മാർക്കും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള കാരണവന്മാർക്കൊക്കെ കൂടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് അവർ ഫസ്റ്റ് ഒരു അങ്ങനെ പൂജ ചെയ്ത് ചെണ്ടക്കുട്ടി അവർ അറിയിക്കും. എന്നിട്ട് പിന്നെ അവർ കളം വെട്ടി പത്മടും നമ്മൾ പറയിൽ നെല്ല് ഇട്ട് കൊടുക്കണം. ആരാണോക്ക് വേണ്ടിയാണോ നമ്മൾ വിചാരിച്ചത് ആ കുട്ടി 3 പ്രാവശ്യം അരി എടുത്ത് പറയിൽ ഇട്ട് കൊടുക്കണം. ബാക്കി അമ്മ, അതായത് ഞാൻ ആ പറയിൽ നെല്ല് മുഴുവനും ഭദ്രകാളിക്കും അങ്ങനെ ദൈവങ്ങൾക്ക് വേണ്ടി അവർ കളം വരയ്ക്കും. നമ്മുടെ ഉമിക്കേരി വെച്ചിട്ട് പല കളർ നമ്മളെല്ലാവരും പേടിച്ച് നോക്കി നിന്ന് ആസ്വദിക്കുന്ന ഒരു രൂപമാണ് കരിങ്കാളി. കരിങ്കാളി എങ്ങനെയാണ് ഫസ്റ്റ് തൊട്ട് അവർ കെട്ടണതും അതിൻ്റെ പൂജകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടത്തുന്നത് ഞാൻ ഈ ചെറിയതല്ല കുറച്ച് വലിയ വീഡിയോയാണ് അതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം കേട്ടോ, കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇവിടെ 3 കരിങ്കാലി ഉണ്ട് വീട്ടിൽ. അപ്പം ഇതിൻ്റെ പൂജകൾ കാര്യങ്ങളൊക്കെ മെയിൻ കരിങ്കാളികളാണ് ചെയ്യുക. അതിൻ്റെ ഹെൽപ്പർമാർ കളം വെട്ടും, അതുപോലെ മറ്റ് കരിങ്കാളികളും കൂടി ചേർന്നിട്ട് തന്നെ കളം വെട്ടും പൂജകൾ ചെയ്യും, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവർ ഓരോ കാര്യങ്ങൾ ചെയ്തു പൂജകളും കാര്യങ്ങളും അവർ നമ്മുടെ പറയ സമുദായത്തിൽ ഉള്ളവർ വേഷം കെട്ടുന്ന ഒരു അനുഷ്ഠാന കലയാണ്. നമ്മുടെ തെക്കേ മലബാർ ഭാഗത്തുള്ള ദേശത്താണ് കൂടുതലായി കരിങ്കാളി കെട്ടി കാണപ്പെടുന്നത്. അത് ഉത്സവ സമയങ്ങളിലാണ്. ഇത് പൂരം, വേല എന്നീ സമയങ്ങളാണ് കരിങ്കാളി കെട്ടി കാണപ്പെടുന്നത്. കരിങ്കാളി കെട്ടുന്നതിന് അവർക്കും നമുക്കും ഒരുപോലെ ചിട്ടയായിട്ടുള്ള വ്രതം ആവശ്യമാണ്. വ്രതം എടുത്തതിന് ശേഷമേ നമ്മൾ നമ്മുടെ ചെണ്ടയുടെ താളത്തിൽ അതിമനോഹരമായിട്ട് ഉത്സവ പറമ്പുകളിൽ കരിങ്കാലി കെട്ടിയാടുന്ന എത്രയോ കലാകാരന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളെല്ലാം ആസ്വദിച്ചിട്ടുണ്ട് അവരുടെ കഴിവുകൾ. നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകാറില്ല, അമ്പലത്തിൻ്റെ കുരുത്തോല മണ്ഡപം ഉണ്ടാക്കാറുണ്ട് അവരുടെ ചടങ്ങുകൾ അവസാനിപ്പിക്കുന്നത്. പിന്നീട് അതെല്ലാം കഴിഞ്ഞ് വന്ന് നമ്മൾ വീട്ടിൽ വന്ന് കളം അഴിച്ച് നമുക്ക് അവിടെ നിന്ന് നിലവിളക്ക് തന്ന് നമ്മളെ ആശീർവദിക്കുകയും എല്ലാം ചെയ്ത് ലാസ്റ്റ് അവിടെ അറുത്ത് കൊണ്ടുവരുന്ന കോഴിയെ നമ്മുടെ വീട്ടിൽ വെച്ച് ഭക്ഷണമാക്കുകയും അത് അവർ കഴിച്ച് തൃപ്തിപ്പെട്ട് പോകുകയുമാണ് ചെയ്യാറ്. അതിൽ അധികം മസാലകളൊന്നും ചേർക്കാണ്ട് മഞ്ഞളും തേങ്ങാക്കൊത്തും അങ്ങനെയുള്ളതൊക്കെ ഇട്ടിട്ടുള്ള ഒരു പ്രത്യേക തരം രീതിയിലാണ് അവർ കറി വയ്ക്കാറ്, എന്നിട്ടാണ് കഴിക്കാറ്. പിന്നെ അതിമനോഹരമായിട്ട് അവർ കുരുത്തോല കൊണ്ട് കിരീടം കാര്യങ്ങളൊക്കെ നിർമ്മിക്കുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഫസ്റ്റ് പൂജ ചെയ്യുന്നതിന് കളം വെട്ടതിന് വീട്ടിലുള്ളവരും ആ പൂജയിൽ നമ്മൾ
പൊടികൾ ഇടാനും കാര്യങ്ങളും അവർ പറയും. അപ്പം ലാസ്റ്റ് അവരും ഓരോരുത്തരായി വന്നിട്ട് ആ കളത്തിൽ പത്മത്തിൽ കൃത്യമായ അളവിലും കാര്യത്തിലും ആയിട്ട് അവർ പത്മം വെട്ടുകയാണ് ഈ കാണുന്നത്. അതായത് ഫസ്റ്റ് നമ്മുടെ ഉമിക്കേരിയും കാര്യങ്ങളൊക്കെ ഇട്ട് അതിൽ ഇതുപോലെ അവർ വരച്ചുണ്ടാക്കി പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് കളം വെട്ടുകയാണ് ഫസ്റ്റ് ചെയ്യാറ്. എന്നിട്ട് ഓരോ ആളുകൾ വന്നിട്ട് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം അടുപ്പിച്ച് വെച്ച് മെയിൻ ആളായിട്ടുള്ള അനിൽ കോട്ടപ്പാടം എന്നാണ് അയാളുടെ നാമധേയം. അയാൾ ചെയ്യുന്നതാണ് ഈ പൂജ. മറ്റു കാര്യങ്ങളെല്ലാം ഒപ്പമുള്ളവരും സഹായിച്ച് ചെയ്ത് പിന്നെ പൂജ തുടങ്ങുന്നത് ഈ ആളാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കൂ. കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ കുഞ്ഞു പൂരത വിശേഷങ്ങൾ നിങ്ങൾ കാണുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യാം. ഈ സ്ഥാനത്ത് അതിന് വിദ്യാഭ്യാസം പോലെ അരിയാശക്തി ഈടുമ്പോൾ അമ്മയെ കഴിച്ചാൽ ഞാൻ എൻ്റെ പേശ കൂടി നാടകം പെരുമാറുന്ന മണ്ണെടുപ്പ് പാൽവെള്ളം കൊണ്ടെടുപ്പ് പാൽവെള്ളം അണ്ടകത്തന്നെ അപ്പമൊക്കെ പറയുന്ന നല്ല കാലത്ത് വന്നോട്ടെ ഈ സ്ഥാനം കുട്ടികൊണ്ടത് ഇടം ഭാഗത്ത് കുട്ടി വലം ഭാഗത്ത് കുട്ടികളെ ഭദ്രാലയമേ എൻ്റെ പൈതമക്കളെ ആകെ കാര്യങ്ങൾ എൻ്റെ പൈതമക്കൾ നേരെ കാട്ടിലെ കണ്ണുകൊണ്ട് അങ്ങോട്ട് എൻ്റെ സ്ഥാനികൾക്ക് അടിക്കടി അപ്പ പറയുന്ന നല്ല കാര്യം
അപ്പോൾ കരിങ്കാളി കെട്ടി തുടങ്ങാൻ വേണ്ടി പോകുകയാണ് ഈ കരിങ്കാളി. അതിൻ്റെ തലയിൽ വെള്ളമായിട്ട് കരിങ്കാളി അവർ കെട്ടിയിട്ടുള്ള നമ്മുടെ കവിടി പോലത്തെ ഉള്ള കോർത്ത് ചേർത്തിട്ടുള്ള ഒരു കറുത്ത തുണി എന്നുള്ള ഇതിനാണ് തലശീല എന്നാണ് പറയുന്നത്. ഇതിനെ കവിടികൾ കൊണ്ട് നീട്ടുന്നത് 53 എന്നാണ് കണക്ക്. ഇവിടെ ചുവന്ന പട്ട് കൊണ്ട് അവരെ കൂർത്തുണക്കി ശരീരത്തോട് ചേർത്ത് കിട്ടും. അതുപോലെ തന്നെ കറുത്ത പട്ട്, വെള്ളപ്പട്ട് എന്നിവ ചേർത്ത് ശരീരത്തെ ബന്ധിച്ച് കെട്ടി നല്ല ഒലക്കച്ചയും കെട്ടി അവർ അണിഞ്ഞൊരുങ്ങുന്നതാണ്. അതുപോലെ കരിങ്കാളിയുടെ കണ്ണുകളിൽ ഒരു കൃത്രിമമായിട്ടുള്ളൊരു കണ്ണട ഉണ്ടായിരിക്കും. വെള്ളയും കറുപ്പും ചേർന്ന് വരച്ച് കണ്ണുകളുടെ ആകൃതിയിലായി കട്ട് ചെയ്തിട്ടുള്ള ഒരു കണ്ണട പോലത്തെ ചരട് വെച്ച് കെട്ടിയിട്ട് അവർ കണ്ണിൻ്റെ മീതെ വെച്ച് കെട്ടും. പിന്നെ പോലത്തെയുള്ള മൂക്കിൻ്റെ മുകളിൽ കുരുത്തോല വെച്ചിട്ട് അതിനുള്ള അവരെ കുരുത്തോല കൊണ്ടുള്ള കിരീടവും വെച്ചു കഴിഞ്ഞാൽ കരിങ്കാളി പൂർണ്ണമായിട്ട് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. അതിന് ഉയർത്തേണ്ട താനികരണ്ടേ എൻ്റെ ഇരിക്കുന്ന താനികരം എൻ്റെ തന്തനങ്ങളെ ഇരിക്കുന്ന ഭവനത്തിന്റെ അടിയിലാ അതിന്റെ തന്തനങ്ങളെ ഭവനത്തിന്റെ അടി കെട്ടിട്ടുണ്ട് സത്യം കത്തിരിക്കാം അടിക്കട്ടിൽ അയക്കുന്നത് എന്നെ വിളിച്ചിട്ട് അറിയോ എന്റെ തന്തനങ്ങളെ ഇരിക്കുന്ന ആ കൂട്ടായ്മ എന്റെ 4 കുടുംബളാ ഇതിൽ നിൽക്കുന്നത് കേട്ടാ തറവട്ടമ്പലത്തിൽ 4 ദിനങ്ങളാണ് നിൽക്കുന്നത് കേട്ടോ ആണോ അതില്
ആ ഇരിക്കുന്ന ഭവനത്തിലൊക്കെ അടിത്തട്ടില്ല 4 കെട്ടാണല്ലോ അടിത്തട്ടിലായിരിക്കുന്ന ആ ചൊവ്വാമോദി പറക്കുട്ടി ഇരിക്കുന്നത് ആണോ? സത്യം കത്തിരിക്കാം ജനസമ്മതായില്ല എന്നെ വാക്കുതർക്ക ഫലത്തിൽ എൻ്റെ അടിക്കകയാണ് ഉദ്ദേശിച്ചത്. എനിക്ക് എന്നെ വിളിച്ചിട്ട് എടാ കർണറിട്ടാ എൻ്റെ സന്താനം എൻ്റെ അടിക്കകയെന്ന് വിളിക്കുന്നത്. എന്തിനു വേണ്ടിട്ടാ എന്തിനാ വേണ്ടി എഴുതിച്ചിട്ടുള്ളത്? സത്യം പറയാം എന്തിനു വേണ്ടിട്ടാ ഉത്തരച്ചിട്ടുള്ള കാര്യങ്ങളെ ആണോ അല്ലേ? കളികുട്ടിയിലായിട്ടാണോ എന്നെ ഉത്തരച്ചിട്ടുള്ളത് എത്തിയിട്ടുള്ളത് അല്ലേ? ഇത് ഒരു വർഷത്തിൽ ആരും ചേർന്നിട്ട് ആ കൊടുത്താവില്ല. ഞാൻ കംപ്ലൈന്റ് ഞാൻ ആ കാര്യം നിർവഹിച്ചതോടെ വിജയൻ പോലെ അതിനൊരു പൂർവ്വരത്തിലുള്ള എത്തണോ അതിനാണല്ലോ എന്നെ വിളിച്ചിട്ടില്ലേ ആണോ അല്ലേ? അതിന് വിജയവണ്ണം പോലെ ആ താരം എത്തിക്കാറുണ്ട്. എന്റെ പരിമാണം പഠിച്ച ആ വിദ്യാഭ്യാസമായ കാര്യങ്ങളെല്ലാം എന്റെ ഭാഗത്താ എന്റെ പൈസ ഇതിന് മണ്ണിനട സത്യം കത്തിരിക്കാം അതെപ്പോ ഉണ്ടായതോ എന്താണ് സത്യം കത്തിരിക്കാം ഇപ്പൊ ഉണ്ടായ താനാണിപ്പോ കൂട്ടുകുടുംബം ഉണ്ടായിട്ടുള്ള താനോ ഒറ്റപൂജ
കൊണ്ടുവരുന്ന ചടങ്ങാണിത്. പിന്നെ പകൽപ്പൂര കാഴ്ചകൾ കുറച്ച് ഞാൻ ഉൾപ്പെടുത്തുന്നു. എനിക്ക് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം കുറച്ച് കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനല്ല, സുനിയേട്ടനാണ് സത്യത്തിൽ എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള. വീട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ ക്ഷണിക്കപ്പെട്ടത് കൊണ്ട് എനിക്കധികം വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ സുനിയേട്ടനാണ് പകലത്തെ കാഴ്ചകളും ഒക്കെ ആയിട്ട് കുറച്ച് സുനിയേട്ടനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് നമ്മുടെ ഈ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് പറഞ്ഞില്ലേ, ഇതുപോലത്തെ ഒരു മണ്ഡപം കെട്ടിയിട്ട്, കുരുത്താവില്ല മണ്ഡപം കെട്ടിയിട്ട് ഇവിടെയാണ് കരിങ്കാലികൾ വന്നിട്ട് ലാസ്റ്റ് അവർ കോഴീനറുത്ത് അവരുടെ പൂജ അവസാനിപ്പിക്കുന്നത്. ചെന്നതിന് ശേഷം വീട്ടിൽ വന്നിട്ട് ഗുരുതി തർപ്പണം നടത്തി നമ്മൾ പൂജകളെല്ലാം അവസാനിപ്പിച്ച് പിന്നെ പൂത്താനം ഇതാണ് ചെയ്യുമ്പോൾ വലിയവരെടുക്കും. പൂത്താനം ചെറിയ കുട്ടികളെടുക്കുന്നത് പൂത്താനം. വലിയ അമ്പലത്തിൽ ചെണ്ട ഉണ്ടാവും. അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് വരവുകൾ ഓരോന്നോരോന്നായിട്ട് അമ്പലത്തിലേക്ക് എത്തിച്ചത്. ഇത് രാവിലത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് കാണാൻ എടുത്താണ്. അപ്പോൾ പൂരപ്പറമ്പിൽ ആ പറമ്പ് നിറച്ച് മനസ്സിലാണ്. അതുപോലെ തന്നെ പൊരി മുറുക്ക് അങ്ങനത്തെ കടകൾ, ചായക്കടകൾ, കുട്ടികൾക്ക് കളിക്കാൻ വള്ള, അങ്ങനത്തെ പലതരം ബലൂണ് കാര്യങ്ങൾ, പലതരം കച്ചവടക്കാരും ഒക്കെ ഉണ്ടാവും. കൈ നോക്കുന്നവരുണ്ടാവും, കൈ നോക്കി ഫലം പറയുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരോട് തിങ്ങി നിറഞ്ഞ് പൂരപ്പറമ്പിൽ കാണാൻ തന്നെ പ്രത്യേക ഒരു ഭംഗിയാണ്. തലേ ദിവസം തന്നെ ഒരു വന്നിട്ട് ചെണ്ടടിച്ചിട്ട് താമസിച്ചിട്ടുണ്ടാവും. പിന്നെ പൂരം കഴിഞ്ഞ് പിറ്റേ ദിവസം അവരെല്ലാവരും പൂരം അതുപോലെ തന്നെ വലിയ സ്റ്റേജ് കെട്ടിയിട്ട് സ്റ്റേജിൽ ഓരോ കലാപരിപാടികളുണ്ടാവും. അങ്ങനെയൊക്കെയാണ് പൂരത്തിൻ്റെ സമയത്ത് പൂരം നടക്കാറുള്ളത്. അവിടെ കണ്ടില്ലേ, എല്ലാ സ്ഥലങ്ങളിലും കുറേ സ്ഥലത്ത് ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാനും പൂരിക്കടയാണ് നിറച്ചും ഇങ്ങനത്തെ സ്വീറ്റ്സിൻ്റെ കടകളും ജിലേബി ഉണ്ടാക്കുന്നത്. അതിന് പല തരത്തിലുള്ള കടകളൊക്കെ ആയിട്ട് പറമ്പ് നിറച്ച് പൂരത്തിന് അമ്പലിപ്പറമ്പ് നിറച്ചും നിറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഇത് പൂത്താലും ചെറിയ കുട്ടികളാണ് എടുക്കുക. പൂത്താലും ഇത് അങ്ങനെ കുട്ടികളുണ്ടാവും. നോലും കൊടുത്ത് ഇവർ എടുക്കുന്നതാണ്. ചെറിയ കുട്ടികൾ എടുക്കുന്നതാണ് ഈ പൂത്താലം എന്ന് പറയുന്നത്. വലിയവർ എടുക്കുന്നത് കാലം. അപ്പം നിങ്ങളിപ്പോൾ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറഞ്ഞ ദേശത്ത്, അതുപോലെ കുറഞ്ഞ ദേശത്തെ ഭഗവതി ക്ഷേത്രം